കിഴക്കൻ വെള്ളത്തിന്റെ വരവോടെ കോട്ടയം പാലാ നഗരത്തിൽ വെള്ളം കയറി. താഴ്ന്ന പ്രദേശങ്ങളിൽ ഗുരുതര പ്രതിസന്ധിയാണ്. പാലാ നഗരത്തിന്റെ ആകാശ ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ആ ദൃശ്യം നമുക്കൊന്ന് കാണാം. നഗരമാകെ വെള്ളത്തിൽ മുങ്ങിയ സാഹചര്യമാണ്. ഒരുപാട് ജനങ്ങൾ അതിന്റെ പ്രതിസന്ധി നേരത്തെ തുറന്നു പറയുന്നത് നമ്മൾ കണ്ടതാണ്. പാലയും ഈരാറ്റുപേട്ടയും ഒക്കെ വലിയ പ്രതിസന്ധിയിലേക്ക് മാറി. ഇതുവരെ വെള്ളം കയറാതിരുന്ന ഇടങ്ങളിൽ പോലും വെള്ളം വളരെ വേഗത്തിൽ കയറുന്നതാണ് കണ്ടത്. അപ്രതീക്ഷിതമായി അസാധാരണമായി ഒഴുകിയെത്തിയ വെള്ളം, അതിൽ ഒരുപാട് പേർ വലഞ്ഞിരിക്കുകയാണ്. വീടുകളിലേക്കും കടകളിലേക്കും ഒക്കെ വെള്ളം കയറിയ സാഹചര്യമാണ്. അതിന്റെ ആകാശ ദൃശ്യങ്ങളാണ് കാണുന്നത്. റാംഷ CP ചേരുന്നു. റാംഷ, ഈ ആകാശ ദൃശ്യങ്ങൾ കാണുമ്പോൾ അതിന്റെ വ്യാപ്തി കൂടുതൽ വ്യക്തമാകുന്നു. ഇപ്പോൾ എന്താണ് പ്രദേശവാസികൾ പറയുന്നത്? മഴ തുടരുകയാണോ അവിടെ? തീർച്ചയായും റോഷ്നി, ഇപ്പോൾ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. പൂവരണി സ്വദേശിയായ നന്ദു റെജി പകർത്തിയ പാലാ നഗരത്തിന്റെ ആകാശ ദൃശ്യമാണ് നമ്മളിപ്പോൾ കണ്ടത്. ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ നമുക്കതിൻ്റെ ഒരു ഭീകരത മനസ്സിലാകും എന്നാണ് കരുതുന്നത്. നമ്മൾക്ക് കാണാം, അതിലെ പുഴ കരകവിഞ്ഞൊഴുകിക്കൊണ്ട് ആ നഗരത്തെ ആകെ വിഴുങ്ങുന്ന നിലയിലാണ് ഇപ്പോൾ ജലം ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. പുഴയിൽ നിന്നും വലിയ നിലയിൽ വെള്ളം ഈ പ്രദേശത്തേക്ക് കരകവിഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുകയാണ്. വീടുകൾ, അതോടൊപ്പം തന്നെ കടകൾ, ബസ് സ്റ്റാൻഡ് ഉൾപ്പെടെയുള്ള എല്ലാ ഇടങ്ങളിലേക്കും വെള്ളം ഇരച്ചെത്തുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ പാലാ നഗരത്തിൽ കാണുന്നത്. വലിയ ബുദ്ധിമുട്ടാണ് ജനങ്ങൾ അനുഭവിക്കുന്നത്. നഗരത്തിന്റെ പ്രധാന ഭാഗങ്ങളിൽ മാത്രമല്ല, അവിടെ നിന്ന് ഇങ്ങോട്ട് ഈ ബൈപ്പാസ് റോഡ് കയറി കഴിഞ്ഞാൽ ഇതിന്റെ ഇരുവശങ്ങളിലുമായും ഇത്തരത്തിൽ വലിയ നിലയിൽ കൃഷി ഇടങ്ങളിൽ ഉൾപ്പെടെ വെള്ളം കയറി നിൽക്കുന്നതും വീടുകളിൽ ഉൾപ്പെടെ വെള്ളം കയറി നിൽക്കുന്ന കാഴ്ചകളും നമുക്ക് കാണാൻ കഴിയും. ആ നിലയിൽ വലിയ ബുദ്ധിമുട്ട് ഈ പാലാ നഗരത്തിന്റെ പരിസര പ്രദേശത്തുള്ള ആളുകൾ അനുഭവിക്കുന്നു എന്നതാണ് ഇതിലൊരു പ്രധാനപ്പെട്ട പ്രശ്നം. ഇന്ന് രാവിലെ ഈ വെള്ളം കയറാൻ തുടങ്ങിയപ്പോൾ വലിയ ആശങ്കകൾ ജനങ്ങൾക്കുണ്ടായിരുന്നില്ല. സാധാരണഗതിയിൽ എല്ലാ മഴക്കാലത്തും ഇവിടെ അല്പം വെള്ളം കയറാനുള്ള പ്രദേശങ്ങളാണ്. പക്ഷേ ഇത് വളരെ പെട്ടെന്ന് മിനിറ്റുകൾ കൊണ്ട് വെള്ളം കയറുന്ന നിലയിലാണ് ഈ പ്രദേശങ്ങളിലെല്ലാം വെള്ളം ഇരച്ചെത്തിയത് എന്നതാണ് നമുക്ക് ആകാശ ദൃശ്യങ്ങളിൽ ഇപ്പോൾ പരിശോധിക്കുമ്പോൾ കാണാൻ കഴിയും. വലിയ ബിൽഡിങ്ങുകളുടെയൊക്കെ റൂഫിംഗ് മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. അതിൻ്റെ ഷീറ്റിട്ട ഭാഗങ്ങൾ മാത്രമേ നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നുള്ളൂ. ബാക്കി എല്ലാ ഭാഗങ്ങളും മുങ്ങിപ്പോയി. പക്ഷേ രാവിലെ നമ്മളിവിടെ എത്തുമ്പോൾ 8 മണിയോടുകൂടിയാണ് നമ്മൾ കൊച്ചിയിൽ നിന്നും ഇവിടെ കോട്ടയത്തേക്ക് എത്തിയത്, പാലയിലെത്തിയത്. പക്ഷെ നമ്മൾ എത്തുന്ന സമയത്ത് പോലും ഇവിടെ ഈ നിലയിൽ വലിയ വെള്ളക്കെട്ടുകൾ ഉണ്ടായിരുന്നില്ല. ചെറിയ നിലയിൽ വെള്ളം കയറി തുടങ്ങുന്ന സാഹചര്യം മാത്രമാണ് പാലാ നഗരത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നത്. പക്ഷേ മിനിറ്റുകൾ കൊണ്ട് വെള്ളം കയറി വരുന്നു. നമ്മൾ നോക്കി നിൽക്കെ, നമ്മൾ ലൈവിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഓരോ കടകളിലേക്കും വെള്ളം ഇരച്ചെത്തി ഓരോ കടകളും മുങ്ങിപ്പോകുന്ന നിലയിലേക്ക് ഇവിടെ സാഹചര്യം മാറുന്നു. മിനിറ്റുകൾ കൊണ്ട് സാഹചര്യം മാറുന്ന ഒരു ഭയാനകമായ ഒരു അന്തരീക്ഷമാണ് പാലാ നഗരത്തിലുണ്ടായത്. സാധാരണഗതിയിൽ ഇവർ പറയുന്നത് ഈരാറ്റുപേട്ടയിൽ വെള്ളം കയറി അവിടെ വെള്ളം ഇറങ്ങുന്ന സമയത്താണ് പാലാ നഗരത്തിൽ സാധാരണഗതിയിൽ എല്ലാ കാലത്തും വെള്ളം കയറാറുള്ളത്. പക്ഷേ ഇപ്പോൾ ഇത്തവണ അങ്ങനെയായിരുന്നില്ല എന്ന സാഹചര്യം എന്നതുകൂടിയാണ്. കാരണം ഈരാറ്റുപേട്ട നഗരത്തിൽ വെള്ളം കാര്യമായി ഇറങ്ങുന്നതിന് മുൻപേ തന്നെ ഈ പാലാ നഗരത്തിൽ വലിയ നിലയിൽ വെള്ളക്കെട്ട് രൂപപ്പെടുന്നു. വെള്ളം ഇരച്ച് എത്തുന്നു, കടകളിലേക്ക് വെള്ളം കയറുന്നു എന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു. അപ്പോൾ ഈരാറ്റുപേട്ടയിൽ ഇനി വെള്ളം ഇറങ്ങിത്തുടങ്ങുന്ന ഒരു സാഹചര്യം വന്നാൽ ഇവിടെ കാര്യങ്ങൾ കുറച്ചുകൂടി രൂക്ഷമാകും, കാര്യങ്ങൾ വലിയ പ്രതിസന്ധിയാകും എന്നതുകൂടിയാണ് ഇപ്പോൾ ഈ പാലാ നഗരത്തെ സംബന്ധിച്ചിട്ടുള്ള ഒരു സാഹചര്യം എന്ന് പറയുന്നത്. ഇത് മാത്രമല്ല, പലയിടങ്ങളിലും വലിയ കൃഷിനാശവും കാര്യങ്ങളും ഒക്കെ സംഭവിച്ചിട്ടുണ്ട്. നമ്മൾ മറ്റൊരു ദൃശ്യത്തിലേക്ക് ഇപ്പോൾ കാണാൻ കഴിയുമെങ്കിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ജേർണലിസ്റ്റ് ആ ദൃശ്യങ്ങൾ പകർത്തുന്നുണ്ട്. ഇവിടെ ഒരു കൃഷിത്തോട്ടമാണ്. ഇവിടെ റബ്ബറും അതുപോലെ കവുങ്ങും ഒക്കെ ഉള്ള ഒരു തോട്ടമാണ്. അവിടെ ആ തോട്ടത്തിൽ വെള്ളം കയറി നിൽക്കുന്നത് നമുക്ക് കാണാം. അവിടെ ഒരു ഷെഡൊക്കെ ഉണ്ട്. ആ ഷെഡൊക്കെ മുങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇവിടെ വെള്ളം കയറി ഇങ്ങനെ പുഴ ഏതാണ് കര ഏതാണ് എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത നിലയിലാണ് ഇവിടെ സാഹചര്യങ്ങൾ ഉള്ളത് എന്നത് കൂടിയാണ്. പക്ഷേ ആളപായങ്ങളൊന്നും ഈ പ്രദേശത്ത് ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ വലിയ കൃഷിനാശമുണ്ട്. ഇതിൻ്റെ കുറച്ച് അകലെയായി നേരത്തെ MLA നമ്മളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു, ഒരു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറുടെ ഫാമിലെ 10ഓളം ഈ പശുക്കളാണ് ചത്തുപോയത്. ഫാമിൽ കെട്ടിയിട്ട പശുക്കളായിരുന്നു. രാത്രി പെട്ടെന്ന് വെള്ളം കയറിയപ്പോൾ അവർക്ക് അതിനെ മാറ്റാൻ സാധിച്ചില്ല. അവരുടെ ജീവൻ രക്ഷിച്ച് മാറുന്നതിനിടയിൽ പെട്ടെന്ന്
ആ വെപ്രാളത്തിൽ ആ പശുക്കളെ അവിടെ നിന്ന് മാറ്റാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ അതെല്ലാം ചത്തുപോകുന്ന സാഹചര്യമുണ്ടായി. ഇങ്ങനെ വലിയ കൃഷിനാശം ഈ മേഖലകളിൽ സംഭവിച്ചിട്ടുണ്ട്. വീടുകളിൽ വെള്ളം കയറുന്നുണ്ട്, കടകളിൽ വെള്ളം കയറി വലിയ നാശങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. നമ്മൾ ആ ആകാശ ദൃശ്യങ്ങളിൽ കണ്ടതുപോലെ പാലാ നഗരത്തിന്റെ മീനച്ചിലാറ്റിന്റെ കരയിലായാണ് പാലാ നഗരം സ്ഥിതി ചെയ്യുന്നത്. അവിടെ ഒരുപാട് കടകളുണ്ട്. ആ കടകളിലേക്കെല്ലാം വെള്ളം ഇരച്ചെത്തി വലിയ നാശനഷ്ടം സംഭവിച്ചു എന്നതാണ്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എടുത്തു പറയേണ്ടത്, ഇന്ന് പുലർച്ചെ 3 മണിയോടുകൂടിയാണ് ഇതിന് സന്ദേശം ആളുകൾക്ക് ലഭിച്ചത്. പക്ഷേ ആളുകൾ ഇതെല്ലാം അറിഞ്ഞ് രാത്രി പുലർകാലം ഇത് അറിഞ്ഞ് വരുമ്പോഴേക്കും പിന്നീട് കടകളുടെ ഷട്ടർ ഒന്നും തുറക്കാൻ പറ്റാത്ത അതാണ്. രാത്രി പെയ്ത കനത്ത മഴ അതിൽ സന്ദേശം എത്തി, അത് അറിയാൻ തന്നെ വൈകിപ്പോയി. നോക്കൂ, പാലയുടെ ആകാശ ദൃശ്യങ്ങളാണ് കാണുന്നത്. ആ വെള്ളത്തിന്റെ വ്യാപ്തി, ആഴം നമുക്ക് ബോധ്യപ്പെടുകയാണ്. പ്രത്യേകിച്ച് കോട്ടയം പോലൊരു ജില്ലയിൽ അത് കിഴക്കൻ മേഖലകളിൽ നിന്ന് വെള്ളം ഇറങ്ങിയാൽ പടിഞ്ഞാറൻ മേഖലകളിൽ വെള്ളം ഉയരും എന്നതുള്ളതാണ് കോട്ടയം ജില്ലയിലേക്ക് ഒരു സ്ഥിതി. അപ്പോൾ പടിഞ്ഞാറൻ ഭാഗത്ത് പ്രത്യേകിച്ച് പാലായിൽ താഴോട്ട് പല പ്രദേശങ്ങളിലും വെള്ളം കയറിയ സാഹചര്യമാണ്. ഈരാറ്റുപേട്ട, പാലാ നഗരങ്ങളൊക്കെ വെള്ളത്തിലാണ്. അതിന്റെ ആകാശ ദൃശ്യങ്ങളാണ് കണ്ടത്. റാംഷിയാണ് വിവരങ്ങൾ നൽകിയത്.